ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ പുറത്താണ്. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, പിന്നെ എന്തൊക്കെ കളിക്കാൻ പോകുന്നത്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എനിക്ക് കുറച്ച് സ്കൂട്ടറെല്ലാം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇതൊന്നും നാട്ടിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഏറ്റവും ചെറുതെന്ന് കൊടുക്കാം. ഇതാണ് എൻ്റെ സൈക്കിള്, ലാൻഡ് റോവറിൻ്റെ. ഇത് ഗിയർ സൈക്കിൾ, ഒരു ഗിയർ സൈക്കിളാണ്. ഇതിന് 8 ഗിയർ ഉണ്ട്, കാണിച്ചു തരാം. 8 ഗിയർ ഉണ്ട്. പിന്നെ ബാക്കിൽ 8 ഗിയർ, ഫ്രണ്ടിൽ 3 ഗിയറും ഉണ്ട് ഗൈസ്. ഇത് ലാൻഡ് റോവറിൻ്റെ ഒരു സൈക്കിളാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഡെയിലി വർക്കിനല്ല യൂസ് ചെയ്യലും. ഞാൻ എല്ലാ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഇത് ഞങ്ങൾക്കൊന്ന് നാട്ടിൽ ആർക്കും ഉണ്ട് എന്ന് തോന്നുന്നു. യൂട്യൂബിലെല്ലാം കുറച്ചാൾ ഫേമസ് ആയിന് ഇത് കാണിച്ചിട്ട്. അപ്പോൾ ഇത് വിന്നർ സ്കൈൻ്റെ സ്കൂട്ടറാണ്. അപ്പോൾ ഇത് മാക്സിമം 55 സ്പീഡ് വരെ പോകും. കണ്ടോ, ഇത് എക്കോ മോഡുണ്ട്, സ്പോർട്ട് മോഡുണ്ട്, പിന്നെ ലൈറ്റ് കത്തും. സ്പോർട്ട് മോഡുണ്ട്, എക്കോ മോഡുണ്ട്, ഡ്രൈവ് മോഡുണ്ട്, പിന്നെ ബെല്ലെല്ലാം ഉണ്ട് ഗൈസ്. പിന്നെ ഇത് ചാർജ് കുത്തുന്നതാണ്, ബാറ്ററിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വലിയൊരു സ്കൂട്ടറാണ് ഗൈസ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാത്ത സ്കൂട്ടർ ഗൈസ്. ഇതിനകത്ത് തീരെ യൂസ് ചെയ്യില്ല. നിങ്ങൾ കണ്ടീഷൻ കണ്ടാൽ തന്നെ പറയുക. കണ്ട പൊടി പിടിച്ചിട്ട് കിടക്കുന്നു. ഞാൻ യൂസ് ചെയ്യാത്ത കാരണം എന്ത് പറഞ്ഞാൽ ഇതിൻ്റെ ടയറെല്ലാം പൊട്ടിയിട്ടായിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ചാവി. കണ്ടോ, ഇത് റിമോട്ട് ഉണ്ട്. നമുക്ക് റിമോട്ടിൽ ഇതിങ്ങനെ നോക്കിയാൽ അതിൽ തന്നെ ഓണാവും. ഇതിൽ നോക്കിയാൽ വണ്ടി ഓണാവും. കണ്ടോ ഗൈസ്, ഇതിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ എന്താ ലൈറ്റ് ഉണ്ട്, വലിയ ലൈറ്റ്. പിന്നെ ഹോൺ ഉണ്ട് ഗൈസ്. കണ്ടോ, ഇത് വലിയൊരു സ്കൂട്ടർ. ഇത് ബാക്കിലും ആൾക്കാർക്ക് ഇരിക്കാം. 3 ടയറെല്ലാം ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ട് ഗൈസ്. കണ്ടോ, പിന്നെ ബ്രേക്ക് ഇവിടെയാണ്. ചുരുക്കി പറഞ്ഞാൽ നാട്ടിൽ ഓട്ടോറിക്ഷ പോലെ ഉണ്ട് ഗൈസ്. പിന്നെ സ്പീഡ് 3 മോഡിലിടാം. പിന്നെ റിവേഴ്സ് എടുക്കാൻ പറ്റും. ഇത് റിവേഴ്സിൻ്റെ, ഇത് സ്പീഡിൻ്റെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കൂട്ടറാണ്. ഇതും വിന്നർ സ്കൈൻ്റെ ഒരു സ്കൂട്ടറാണ്. ഇതിൻ്റെ ചാവി ഇതാണ്. എല്ലാത്തിനും റിമോട്ട് ഉണ്ടാവും കേട്ടോ ഗൈസ്. ഇതും ഇതിൽ തന്നെ ഓണാക്കാം. ഇത് എന്തോ ആയിട്ട് ശരിയാക്കാൻ വിളിച്ചാണ് ഗൈസ്. ഇതിൻ്റെ മീറ്റർ പൊട്ടി, ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ സാധനം, ഈ മീറ്റർ ഉണ്ടോ, ഇത് പൊട്ടീന്, ഇന്നലെ പൊട്ടിയത്. അപ്പം അമ്മ ഇത് അടുത്തന്നെ ശരിയാക്കാൻ കൊണ്ടുപോകും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതും വിന്നർ സ്കൈൻ്റെ തന്നെയാണ്. ഇത് വിന്നർ സ്കൈൻ്റെ വലിയ സ്കൂട്ടറാണ്. ഇതും ഇതിൻ്റെ ചാവി ഇങ്ങനെ വരുന്നത് ഗൈസ്. ഇത് ഓരോത്തിനും ഓരോ ചാവി ഉണ്ടായാൽ ഇതിൻ്റെ ചാവി ഇങ്ങനെയാണ്. ഇതും ഇതിൽ തന്നെ ഓണാക്കാൻ പറ്റും ഗൈസ്. കണ്ടോ, എൻ്റെ മീറ്ററിൽ ഓണായി. പിന്നെ ഇതിനൊരു മൊബൈൽ ഹോൾഡർ ഉണ്ട്. കണ്ടോ, പിന്നെ ഇതും അതേപോലെ തന്നെ ലൈറ്റ് കത്തും. പിന്നെന്താ ഇൻഡിക്കേറ്റർ ഓണാവും. പിന്നെ ഹോൺ അടിക്കും. ഇതന്നെ എന്താ 2 മിററുണ്ട് ഇനി. കണ്ടോ, ഈ സ്കൂട്ടറിന് അമ്മ ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കളമൊന്ന് കട്ടിട്ടോ. ഇത് നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ സൈക്കിൾ എടുത്തിട്ട് നമുക്ക് കുറച്ച് കറങ്ങിയിട്ട് വരാം. ഓക്കെ, സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ റോട്ടിലൂടെ കൂടെ പോയിക്കൂടാ. റോട്ടിലൂടെ പോയാൽ എന്തൊക്കെ അപകടം പറ്റുമോ. നമുക്ക് ഫുട്പാത്ത് നമുക്കറിയാം. തൻ്റെ പേരിൻ്റെ അടുത്തൊരു അറബി വീടാണ് ഗൈസ്, വലിയ വീടാണ്. അപ്പോൾ നമുക്ക് ഫുട്പാത്തിലെ കൂടെ ഇങ്ങനെ ഓടിച്ച് പോവാം. നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, പിന്നെ എൻ്റെ പോലെ തന്നെ ഒരു സ്കൂട്ടർ വീഡിയോ ഉണ്ട് ഗൈസ്. കണ്ടോ, അതിൻ്റെ ഉള്ളിലൊരു സ്കൂട്ടർ ഉണ്ടോ, അതും എൻ്റെ പോലത്തെ ഒരു സ്കൂട്ടർ തന്നെ. പിന്നെ ഈ ഏരിയയിൽ നമുക്ക് രണ്ടാൾക്കും മാത്രമേ ഇങ്ങനത്തെ ഒരു സ്കൂട്ടർ ഇല്ലൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെ പോവാം ഗൈസ്. നല്ലൊരു കാലാവസ്ഥയാണ് ഇന്ന്. അവിടെ കണ്ടോ, അവിടെ നേരെ കാണുന്ന ജബലഫീത്താണ് ഗൈസ്. നമുക്ക് ഇതിലേ പോവാം. പിന്നെ നമുക്ക് കളിക്കുന്ന സ്ഥലമുണ്ട്, അത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പം നമുക്കിനി നേരെ പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കളിക്കൽ.
പക്ഷെ ഇവിടെ ആരും ഇല്ല, ഇവിടെ പണി എടുക്കുന്നുണ്ട് അവിടെ. ഒന്നാമ കളിക്കൽ. അപ്പോൾ ഇവരെല്ലാം കളിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് നമുക്ക് പോവാം ഗൈസ്. ഓക്കെ, വീട്ടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഇവിടെ മിലിറ്ററീൻ്റെ ആരോ വീടാണ് ഗൈസ്. ഇവിടെ കുറേ മിലിറ്ററി വണ്ടികളുണ്ട്, നമുക്ക് എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇവിടെ ഒരു ട്രക്ക് പോലത്തെ എന്തോ കളിക്കുന്നുണ്ട്. ഇവിടെ ബെൻസിൻ്റെ ഒരു ട്രക്ക് എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ബെൻസിൻ്റെ ഒരു പഴയ കാർ എടുക്കുന്നുണ്ട്. ക്ലാസിക് നമ്പർ പ്ലേറ്റ് എല്ലാമാണ്. പിന്നെ ഇവിടെ വന്നാൽ ഫുള്ള് മിലിറ്ററീൻ്റെ വണ്ടികളാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു നിസാൻ പെട്രോൾ ഉണ്ട്. ഇത് ടൊയോട്ടൻ്റെ പിക്കപ്പ്. പിന്നെ ഇത് ലാൻഡ് റോവർ, ഫുള്ള് ലാൻഡ് റോവറാണ് ഗൈസ്. ഇതാണ് നിസാൻ പെട്രോൾ സൂപ്പർ സഫാരി. ഇത് മോഡിഫൈ ചെയ്തത് എൻ്റെ മുമ്പിലുണ്ട്, അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് മോഡിഫൈ ചെയ്തത് ഇത് ഡെസേർട്ടിലെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നത് ഫ്രണ്ടിൽ ലൈറ്റും ഗൈസ്. ഇതാണ് അതിൻ്റെ എക്സോസ്റ്റ് ഫ്രണ്ടിലാണ്. ഇതാണ് കാർ. ഓക്കെ, ഇത് മോഡിഫൈ ചെയ്തതാണ്, കണ്ടോ എക്സോസ്റ്റ് ഫ്രണ്ടിൽ വെച്ചിട്ട്. ഇവരിപ്പോൾ ഇടുന്ന കളിക്കല, അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇനിയും കുറച്ച് വണ്ടികൾ കാണാം. നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും ഇതെന്തെന്ന്, വണ്ടിയുടെ വ്ളോഗല്ല, ഈവനിങ് ഇതാണ് ഗൈസ്. ഇതാണ് എൻ്റെ പ്രശ്നം. ഞാൻ പുറത്തിറങ്ങിയില്ല, വണ്ടി ഫുള്ള് മാത്രമേ നോക്കും. കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ കളിക്കുന്നിടത്തേക്ക് എത്തൂല. എനിക്ക് എത്ര സമയം, ഞാൻ ഇന്ന് ഇറങ്ങിയത് 5 മണിക്കാണ്. ഇപ്പോൾ 5:33 സമയം. 1/2 മണി. എൻ്റെ വർക്കുന്നിടത്തേക്ക് വരണമെങ്കിൽ മാക്സിമം 3-4 മിനിറ്റ് മതി. ഞാൻ വണ്ടീനെല്ലാം കണ്ടിട്ട് 1/2 മണിക്കൂറാക്കി വെച്ചതാണ് ഗൈസ്. ഇതാണ് എൻ്റെ കുഴപ്പം. ഓക്കെ, ബിരിയാണി ഇങ്ങനെ അസ്തമിക്കാൻ പോവാന്ന് ഗൈസ്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതാണ് താഴത്ത് ഗൈസ്. ഇതുണ്ട് വോളിബോൾ കോർട്ട്. ഇവിടുന്ന് രാത്രി ആയാൽ വലിയ ആൾക്കാർ കളിക്കും. കുറച്ച് ചലഞ്ചറുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഉണ്ട് ഗൈസ്, ജോർജ് ചലഞ്ചറാണ് ഇത്, ചാർജറല്ല ചലഞ്ചർ എന്ന് പറയും. കണ്ടോ ഗൈസ്. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാത്രി വീട്ടിൽ പോയി, നേരത്തെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച്, ചായയൊക്കെ കുടിച്ച്, രണ്ടാമത് ആദ്യം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചാൽ ഇറങ്ങിയിട്ടില്ല ഗൈസ്. ഇപ്പോൾ രാത്രിയായി. ഒരു കാര്യം കാണിച്ചു തരും. ഇവിടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു വീടുണ്ട്, സെറ്റ് ഫുള്ള് പുറത്തൊക്കെ കാറാണ് കാണിച്ചത്. ഓക്കെ, കണ്ടോ ഗൈസ്, ഫുള്ള് കാറാണ്. കുറേ കാറുണ്ടാവും. അവിടെ ഒരു ചെറിയ കാറുണ്ട്, പിന്നെ അവിടെ മൂടിച്ചൊരു കാറുണ്ട്, ഒരു ബെൻസിൻ്റെ കാറാണ് ഗൈസ്, ഒരു റെയർ എഡീഷനാണ്. ഓക്കെ, പിന്നെ ഇവിടെയും കുറച്ച് കാറുണ്ട്. ഓക്കെ, നാളെ വാർസ് വെച്ചാൽ ഞാൻ മസ്കറ്റ് നിങ്ങൾ പറയാ ഏതാ ജയിക്കലേന്ന്. നീ ഏതാ? പറയോ ആദ്യം ഒന്നുകൂടി ലൈവ് ആയിട്ട് കേക്കട്ടെ. മുഹമ്മദ് എന്താ പറയാനുള്ളത്? നാളെ ബാർസലോണ റിയൽ തോറ്റിരെങ്കില് തോത്തല്ല എനിക്കും ഹാനിക്കും ഹാദിരി 2 തലക്ക് 10 അടി കൊടുക്കാം. പിന്നെ നാളെ തോറ്റാല് എംബാപ്പ കട്ടെടുക്കും. ആഫിക്ക് എന്താ പറയാനുള്ളത്? ബാർസ ഉറപ്പായിരിക്കും. ഓക്കെ, നമ്മുടെ ബെസ്റ്റാണ് ബെസ്റ്റാണ് സേഫാണ്. മുഹമ്മദ് ഇവന് ആരാ ജയിക്കല് നോക്കാം. അത് പത്തുക്കളും കൊണ്ട് ഇപ്പൊ സേഫ് മാർക്ക് ഇപ്പൊ സേഫിന്റെ അടുത്ത ബോള്. സേഫ്. മുഹമ്മദ് on attack. Muhammad on pushing attack. Muhammad. Angara Muhammad. Muhammad. Throw bro. Safe. Muhammad. അപ്പൊ ഹാദി നീ പിടിച്ചോ, ഞാൻ കൊടുക്കാം. അപ്പൊ ഹാദിനെ നിരസിച്ചു വയസ്സ്. Are you throwing the ball?
Oh, Mohammed, help. ബോസ്റ്റ് കഴിച്ചിട്ടുണ്ടോ ഗൈസ്? ബോസ്റ്റ് സേഫ് വെച്ചിട്ടാണ്. വാട്ടർ ഡിഫൻസിങ് മിസ്റ്റർ ഡിലേറ്റ്. ഔട്ട്. ഓ സേഫ് ആണോ? പുറത്തേക്ക് അവിടെ ക്യാമറ വിട്ടുന്നു നമുക്ക് എടുത്തുന്ന വേണ്ടല്ലോ. മാമേ ഇങ്ങോട്ട് പുറത്ത് കടിച്ചു പൊട്ടൻ. ഫ്രീ കാണിച്ചിട്ട് പൊട്ടൻ പുറത്ത് കടിച്ചു. വൈസ് സേഫ് കോമേഴ്സ്. ഇതെവിടെ ഗസ് ചെയ്യാൻ കഴിയോ? അല്ലേ മണിസാമട്ടുള്ള പോയി ഗൈസ്. എന്നാലും ഇവിടെ മണ്ടൻ പൊട്ടൻ കൊണ്ട. ഓ മുഹമ്മദ് ഉണ്ണി മസ്കിൽ. റൊണാൾഡീനിയോ, ക്രിസ്ത്യാനോ റൊണാൾഡീനിയോ. ഓ മുഹമ്മദിന് ഗുഡ് അറ്റാക്കിന്. പക്ഷെ നമ്മളെ അടിപൊളിയായ ഗോൾ കീപ്പർ സേവ് ചെയ്തിരിക്കുന്നു. ഓ മുഹമ്മദ്, അങ്ങനെ മുഹമ്മദ്. അത് ഞാൻ കളിക്കാം. ഞാൻ കളിക്കാം. വാട്ട് സേഫ് ഫ്രം ഹാദി. ഓ മുഹമ്മദ് പൊട്ടം പുറത്ത് കളിച്ചു ഗൈസ്. ബുദ്ധിയില്ലാത്തവനെ. What 1 minute play? ലോൺ പറഞ്ഞ ഇനിയും തോൽപ്പിക്കുന്നു. ഓ മുഹമ്മദ് ഇന്റർസെപ്ഷൻ. ഓ സേവ്. ഓ മൈ ഗോഡ്, വെരി ബാഡ്. How? Bro, he cleared the ball. Mountain. I cleared last time when he shoot also. You saw, yeah? Mohammed. Kabri by Mohammed. What a save. What? One time I will your corner. I said, it's my wish. സേഫിൻ്റെ അറ്റാക്കുകൾ എല്ലാം പോകുന്നു. ഔട്ടാണ്. ത്രോ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട തിരിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.